തിപ്പല്ലി കഫക്കെട്ട് മൂലം ഉണ്ടാകുന്ന ചുമ, ജലദോഷം, ശ്വാസംമുട്ടൽ ഇവയ്ക്കുള്ള ആയുർവേദ മരുന്നുകളുടെ പ്രധാന ചേരുവകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. കുരുമുളകിന്റെ കുടുംബത്തിൽ നിന്നുമുള്ള തിപ്പല്ലി വർഷത്തിൽ 3 പ്രാവശ്യം വരെ വിളവെടുക്കാവുന്നതിനാൽ കുരുമുളകിന്റേതിലും കർഷകർക്ക് ലാഭം ലഭിക്കുന്നതായും അതിനാൽ തന്നെ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇളം പച്ച നിറത്തിൽ വരുന്ന തിരി വിളവെടുക്കാറാകുമ്പോഴേക്കും നല്ല ചുമപ്പാകും. വിളവെടുക്കുന്ന നല്ല ചുമന്ന തിരികൾ നല്ല വെയിലിൽ ഉണക്കി ഏറെക്കാലത്തേക്ക് ഉപയോഗയോഗ്യമാക്കാവുന്നതാണ്. വീട്ടാവശ്യങ്ങൾക്കായി ചെറിയ ചട്ടിയിൽ പോലും വളർത്താവുന്ന തിപ്പല്ലി ചുക്കും കുരുമുളകും കൂട്ടി പൊടിച്ചുണ്ടാക്കുന്ന ചൂർണം ചുമയ്ക്കും ജലദോഷത്തിനും ആശ്വാസം ലഭിക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ചിലർക്കുണ്ടാകുന്ന മനംപുരട്ടലിനും ഛർദിലിനും ഇതിന്റെ ഒരു തിരി കയ്യിൽ കരുതിയാൽ ചെറിയ ഒരു പീസ് വായിലിട്ടാൽ ഈ അസ്വസ്ഥത മാറിക്കിട്ടുന്നതാണ്. തിപ്പല്ലി രണ്ടിനമുണ്ട്. ചെറിയ നീണ്ട ഇലയോടു കൂടിയതും വട്ടത്തിലുള്ള ഇലയുള്ളതും. ചെറിയ ഇലയുള്ളവയാണ് കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതും ഗുണം കൂടുതലുള്ളതും ആയതിനാൽ തന്നെ കർഷകർ കൂടുതലും ചെറിയ ഇലയുള്ളവയാണ് കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. തണ്ടുകളിലുടനീളം കാണപ്പെടുന്ന ചെറിയ വേരുപോലെയുള്ള ഭാഗങ്ങൾ താങ്ങുമരത്തിലോ മതിലിലോ പറ്റിപ്പിടിച്ച് കയറിയാണ് ഈ സസ്യം വളരുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.